ഗൈസ്, ഞാനിപ്പോൾ എവിടെയുള്ളതെന്നറിയോ? നമ്മുടെ മേപ്പാടി അരപ്പറ്റിക്കടുത്തുള്ള കാന്തമ്പാറ വാട്ടർഫാൾസിലാണ്. അപ്പോൾ ഈ വീഡിയോ കാന്തമ്പാറ വാട്ടർഫാൾസിനെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ സ്കിപ്പാക്കാതെ മൊത്തം കാണണം കേട്ടോ. വയനാടിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന് എന്താണെന്നറിയാമോ? ഈ കാണുന്ന വഴികളെല്ലാം അത്രയും മനോഹരമായിട്ടുള്ളതായിരിക്കും കേട്ടോ. ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ കാന്തൻപാറയിലോട്ട് പോകുന്ന വഴി. കാന്തൻപാറ വാട്ടർഫോൾസിലേക്കുള്ള റോഡാണ് കേട്ടോ അത്. ദേ കുരങ്ങന്മാരൊക്കെ നമ്മളെ സ്വാഗതം ചെയ്യാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു പേടിയില്ലാതെ നിൽക്കുക കണ്ടോ. കാന്തൻപാറ വാട്ടർഫോൾസ്. ഓക്കേ, ഇവിടെ പാർക്കിങ്ങിനൊക്കെയുള്ള സൗകര്യമുണ്ട്. കണ്ടോ, നമ്മൾ പാർക്ക് ചെയ്യുന്നതിൻ്റെ തന്നെ ഫ്രണ്ടില് ഇതെങ്ങനെ വെള്ളം ഒഴുകി പോകുന്നതുണ്ടോ നോക്കി. നമുക്കിവിടേക്ക് ഇറങ്ങാം കേട്ടോ. അധികം താഴ്ചയില്ലാന്ന് തോന്നുന്നു. നല്ല ഭംഗിയില്ലേ? ഇവിടെയൊക്കെ ഇറങ്ങാൻ തോന്നില്ല ചേട്ടാ. അവിടെയൊക്കെ കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട് വെള്ളത്തിലൊക്കെ. ഈ സമയത്തൊക്കെ അധികം വെള്ളമില്ല. ഈ സമയത്ത് കുട്ടികളെയും കൊണ്ടൊക്കെ കളിക്കാനൊക്കെ വരാൻ നല്ലതായിരിക്കും. കാരണം ഒരുപാട് വെള്ളം ഒഴുക്കൊന്നും ഇല്ലാത്ത സമയം. നോക്കിയ കേസ് എന്ത് ഭംഗിയാണ് കണ്ടോ. നല്ല തണുത്ത കാറ്റാട്ടോ ഇവിടെ. നമ്മൾ വാട്ടർഫോൾസിലേക്ക് കയറുന്നതിന് മുന്നേ ആ എൻട്രൻസിന് തൊട്ട് മുന്നേ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത്. മുളകളെല്ലാം കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുകൂടി നിന്ന് അതൊരു ഇരിപ്പിടമാക്കി മാറ്റിയിരിക്കുകയാണ് അവർ. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ നമുക്ക് ടോക്കൺ എടുക്കേണ്ട സ്ഥലം. അവിടുന്ന് ടോക്കൺ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എൻട്രൻസിൽ കൂടെ അകത്ത് പോകേണ്ടേ. ഞങ്ങളിത് കണ്ടപ്പോൾ തന്നെ ഇവിടെ ഒന്ന് കയറി നോക്കി എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. ഈ റീൽസിലൊക്കെ കുറേ കണ്ടിട്ടുള്ളതാണ് ഈ സ്ഥലം. അപ്പോഴൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. ഭയങ്കര രസമാണ്. നല്ല തണുത്ത കാറ്റാട്ടോ ഇവിടെ. ഏത് സ്ഥലത്ത് ചെന്നാലും വയനാട്ടിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ ഇതാണ് അവസ്ഥ. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടാവും. പിന്നെ നോക്കിക്കേ, ഇവിടെയൊക്കെ കാണാനൊക്കെ ഭംഗിയുണ്ട് കേട്ടോ. ഈ പുഴയിൽ മീനുകളുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ചെറിയ മീനുകളൊക്കെയാണോ ഞങ്ങൾ കണ്ടത്. വലിയ വലിയ മീനുകളുണ്ടോ എന്ന് അറിയത്തില്ല. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ആ തുടക്കത്തിലേ ഞങ്ങളിത് കണ്ടപ്പോൾ അതിലെ കൂടെ കുറേ നേരം കറങ്ങി നടന്ന് അവിടേക്ക് ഇരുന്നിട്ട് പയ്യാണ് വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് പോയത്. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ അവിടെ ഈ തോണിയിൽ തുഴഞ്ഞിട്ടൊരു ചേട്ടനും ചേച്ചിയും കൂടെ വരുന്നുണ്ടായിരുന്നു. അത് അവിടുത്തെ ജോലിക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ. അവരെന്തിനാണ് വന്നതെന്ന് ആദ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. പിന്നെയാണ് മനസ്സിലായത് അവരതിനകത്ത് കിടക്കുന്ന വേസ്റ്റ് എല്ലാം പെറുക്കിയെടുക്കുമായിരുന്നു. കവറുകളും എന്തെങ്കിലും വേസ്റ്റൊക്കെ അവർക്ക് തടയുന്നതോ വെള്ളത്തിൽ പൊന്തി കിടക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം പിറക്കി വൃത്തിയാക്കി അവരിടുമായിരുന്നു കേട്ടോ. എത്ര നീറ്റായിട്ടല്ല ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഓരോ സ്ഥലങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നത്. ഈ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ വയനാട്ടിലെ മിക്കതും നല്ല വൃത്തിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ വയനാട്ടിൽ കൂടുതൽ ആൾക്കാരും കാണാനൊക്കെ വരുന്നത്. നോക്കിക്കേ കണ്ടോ, അവർ രണ്ടുപേരും അപ്പുറം ഇപ്പുറമായിട്ട് ഇരുന്നിട്ട് ഒരാൾ തുഴയുമ്പോൾ മറ്റേ ആൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെറുക്കിയെടുക്കും. അങ്ങനെ വൃത്തിയാക്കുക. പിന്നെ കണ്ടോ, ഇതാണ് എൻട്രൻസ്. നമ്മൾ ടോക്കണൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ മേലെയായിട്ടും താഴെയാണ് ഞാനിപ്പോൾ പോയത്. മേലെയും ഇതൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ സെക്യൂരിറ്റി ചേട്ടൻ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിലേക്കൂടെ വേണം അകത്ത് പോകാൻ. നമ്മൾ ഈ എൻട്രൻസിൽ നിന്ന് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇടതുവശത്തായിട്ട് ഒരു ചെറിയ കുടിൽ പോലെ കെട്ടിയിട്ട് അതിൻ്റെ ഭിത്തിയിൽ പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലൊരു പടം ഞാൻ മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ഉണ്ടാവും കേട്ടോ, വയനാടിൻ്റെ പല സ്ഥലങ്ങളിലും. അടിപൊളിയല്ലേ? ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ എല്ലായിടത്തും ഇതുപോലുള്ള നടപ്പാതകളുണ്ട് കേട്ടോ. നല്ല വൃത്തിയാക്കി മഴയാണെങ്കിലും ചെളിയൊന്നും ആവാതെ നടക്കാൻ പാകത്തിനുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കി, നമ്മൾ നടന്നു പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ പുഴ ഒഴുകുന്നത്. ഉണ്ടോ, എല്ലായിടത്തും മുള കൊണ്ടും ഓരോ സാധനങ്ങൾ കൊണ്ടൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്കി, വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? നമുക്ക് വെള്ളം കുറവാണ്. മഴയുള്ള സമയത്ത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ, ഭയങ്കര വെള്ളമായിരിക്കും. പക്ഷെ ഇപ്പോൾ സ്കൂളടച്ചിരിക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഇറങ്ങി കളിക്കാനൊക്കെ പറ്റും. ഇവിടെ വഴിയൊക്കെ കണ്ടോ. ഇപ്പോൾ വന്നാലുള്ള ഗുണം ഇതാണ് ഗൈസ്. നോക്കി,
താഴെ കണ്ടോ, ഇതിൻ്റെ ചുവട്ടിൽ കുറേ പേര് ഇറങ്ങി നിൽക്കുന്നുണ്ടോ. ഇതൊക്കെ ഇങ്ങനെ നിൽക്കാം നമുക്ക്, കാരണം ഒരുപാട് വെള്ളമില്ലാത്തത് കാരണം ഇങ്ങനെ നിൽക്കാൻ പറ്റും. പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സമയമാണ് കേട്ടോ. നമുക്ക് വെള്ളമൊക്കെ കുറവാണ്, ഇവിടെ ഇറങ്ങി ഇന്ന് കളിക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് ഈ കാണുന്നതാണ് വാട്ടർഫോൾസ്. ഇതിങ്ങനെ നല്ല ഭയങ്കര ശക്തിയായിട്ടായിരിക്കും. പിടിച്ച് വലിച്ചിടലേ ഇത് കണ്ട് കയറി വരുന്ന സ്ഥലത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ. ഇങ്ങനെ ഇരുമ്പിൻ്റെ പാലം പോലൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ വെള്ളമായിരിക്കും. ഇതേ ഈ ചാലിക്കൂടൊക്കെ വെള്ളമായിരിക്കും മഴക്കാലമായ. ഇതിപ്പോൾ കറക്റ്റ് നല്ല വേനൽക്കാലമല്ലേ, അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നുമില്ല. പിന്നെ ഇവിടെ സേഫ്റ്റിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ വേണ്ടിയിട്ട് 2-3 പേര് എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തൃശ്ശൂരേക്ക് തിരിക്കുകയാണ്. എല്ലാവർക്കും കാന്തമ്പാറയിലെ വിശേഷങ്ങളും വീഡിയോസും ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയും അടുത്ത വിശേഷങ്ങളുമായി കാണുന്നത് വരെ ബൈ.